പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ കൊലപാതക കേസിൽ NIAക്ക് തിരിച്ചടി. NIA പിടികൂടിയ 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 9 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശ്രീനിവാസന്റെ കൊലപാതക കേസിലും പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ NIA രജിസ്റ്റർ ചെയ്ത കേസിലുമാണ് ജാമ്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് എന്നീ 2 കേസുകളാണ് NIA UAPA ചുമത്തി രജിസ്റ്റർ ചെയ്തത്. 2 കേസുകളിലുമായി 17 പ്രതികൾക്കാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജാമ്യം നൽകിയത്. കേസുകളിലെ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയവരിൽ SDPI സംസ്ഥാന നേതാവ് കരമന അഷ്റഫ് മൗലവിയും ഉൾപ്പെടുന്നു. കർശന ഉപാധികളോടെയാണ് 17 പേർക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ജാമ്യം ലഭിച്ച പ്രതികൾ പാസ്പോർട്ട് വിചാരണ കോടതിയിൽ നൽകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് NIAക്ക് മുന്നിൽ ഹാജരാകണം. ജാമ്യം നേടിയ പ്രതികൾ ഒരു മൊബൈൽ ഫോൺ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ. പ്രതികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ NIAയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകണം. പ്രതികളുടെ മൊബൈലിൽ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. പ്രതികളുടെ ലൊക്കേഷൻ NIAക്ക് തിരിച്ചറിയാനാവണം എന്നുമാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. 2022 സെപ്റ്റംബർ 28-നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം. നിരോധനത്തിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ 65 പ്രവർത്തകർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി UAPA ചുമത്തി കേസെടുത്തു. ഈ കേസിൽ പ്രതികളായ 6 പേർ പാലക്കാട് RSS നേതാവായിരുന്ന ശ്രീനിവാസൻ വധക്കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളുടെയും കുറ്റപത്രം UAPA നിയമമനുസരിച്ച് NIA ഒരുമിച്ചാക്കി. കേസിലെ 26 പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ കൊച്ചി NIA പ്രത്യേക കോടതി തള്ളി. തുടർന്ന് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.